ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നെക്സ്റ്റ് റീഡിങ്ങിൽ വന്നേക്കാണ്. ഓക്കെ, അപ്പോൾ റീഡിങ് തുടങ്ങുന്നതിന് മുന്നേ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓൾറെഡി കാർഡ്സ് ഒക്കെ ഷഫിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നോ കോൺടാക്ട് ഫീലിങ്സ് ആണ്. അപ്പോൾ ഞാൻ കാർഡ് ഷഫിൾ ചെയ്ത് വെച്ചപ്പോൾ എനിക്ക് ഒരു നോ കോൺടാക്ട് ഫീലിങ്സ് ടച്ചുള്ള ഒരു റീഡിംഗ് എടുക്കണം എന്നാണ് ഒരു ഇത് തോന്നിയത് മൈൻഡിൽ. അതാണ് അങ്ങനെ എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ കാണുന്ന ഒരു ഒട്ടുമിക്ക ആൾക്കാരും ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അതുമാത്രമല്ല, ഞാനിപ്പോൾ നോ കോൺടാക്ട് ഫീലിങ്സിൽ എടുക്കുന്ന റീഡിങ്ങിൽ ഏതാണ്ട് ഒരേ പാറ്റേൺ ആയിട്ടുള്ള കാര്യം തന്നെ വരുന്നുണ്ട്. ഓക്കെ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാനിതിൽ നോട്ട് ചെയ്തൊരു കാര്യമുണ്ട്. അത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ പറഞ്ഞു തരാം. കാരണം അത് ഒരുപാട് പേര് കണ്ടിന്യൂസ് ആയിട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നോ കോൺടാക്ട് ഫീലിങ്സിൽ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇതിലിപ്പോൾ നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ ഫീലിങ്സ്, നോ കോൺടാക്ട് ഫീലിങ്സിൽ നിൽക്കുന്നതിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ഫീലിങ്സും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിലവിൽ അല്ലെങ്കിൽ ഒരു പാസ്റ്റിൽ എന്താണ് നടന്നുകൊണ്ടിരുന്നത്, എന്തായിരിക്കും ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവാനുള്ള ഒരു മെയിനായിട്ടുള്ള റീസൺ. മേ ബി കുറച്ച് പേർക്ക് ശരിക്കും അതിനുള്ള റീസൺ അറിയത്തില്ല. അപ്പോൾ എന്താണ് ശരിക്കും ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ഉണ്ടാവാനായ റീസണും എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ നിലവിലൊരു ഫീലിങ്സും, അതാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. ഓക്കെ, ജസ്റ്റ് അതിന് അതുപോലെ തന്നെ ഫ്യൂച്ചറും പറയുന്നത്. നമുക്ക് ഏഞ്ചൽ കാർഡ്സ് എടുക്കാറാണ്. അപ്പോൾ ഇതിൽ നിലവിൽ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് പോയി. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ലെഫ്റ്റ് അടിച്ചത് വേറൊരു പേഴ്സണിന് വേണ്ടി തന്നെയാണ്, ഉറപ്പായിട്ടും. അത് നിങ്ങൾക്കറിയാമെന്നുള്ളതാണ്, വേറൊരു പേഴ്സണ് തന്നെയാണ്. ആ ഒരു പേഴ്സൻ്റെ അടുത്ത് ഫിനാൻഷ്യലി ആയിട്ടുള്ളതുണ്ട്, കാശുപരമായിട്ടുണ്ട്, കാണാനാണെങ്കിലും നല്ലൊരു ഇതാണ്, ആര് കണ്ടാലും അട്രാക്റ്റീവാണ്. അവർക്ക് ആരെ വേണമെങ്കിലും, ആ ഒരു തേർഡ് പാർട്ടി പേഴ്സൺ ആരെ വേണമെങ്കിലും പറഞ്ഞ് വശീകരിച്ചെടുക്കാനുള്ള നല്ലൊരു കഴിവുണ്ട്. ഓക്കെ, ഈ ഒരു തേർഡ് പാർട്ടി പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയ്ക്ക് നിന്ന് ഒരുപാട് കളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ ഒന്ന് അകറ്റാനായിട്ട്. ഓക്കെ, അവരൊരുപാട് പാടുപെട്ടിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. അതാണ് ഞാൻ പറയാൻ വന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി ആയിട്ടുള്ള പേഴ്സണുമായിട്ട് അടുക്കാനായിട്ട് ആ ഒരു തേർഡ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്തിരുന്നത് നിങ്ങൾക്കറിയാമെന്നുള്ളൊരു വ്യക്തി തന്നെയാണ്. മനസ്സിലായോ? അതായത് നിങ്ങളുടെ കൂടെ ചിരിച്ച് കളിച്ച് നിന്നിട്ട് നിങ്ങളെ ഒരു ബാക്ക് സ്റ്റാബ് ചെയ്ത ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ളത്. ഓക്കെ, അതായത് നിങ്ങൾ തോന്നുന്നൊരു പേഴ്സണെ പറ്റി ഏതാണ്ട് ഒരു രൂപരേഖകൾ എന്താണെന്ന് അറിയാമെന്നുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ ഒരു തേർഡ് പാർട്ടിയെ സഹായിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളുടെ കൂടെ നിന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ നേട്ടം ഉണ്ടായിട്ടുണ്ട്. മേ ബി കുറച്ച് പേർക്ക് പോലും ഇപ്പോൾ അതിന് ക്ലാരിറ്റി കിട്ടി കാണത്തില്ലായിരിക്കും അത് ആരാണ് എന്താണെന്നുള്ളത്. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൽ അവർ നല്ല ഇതായിട്ടായിരിക്കും നിൽക്കുന്നത്. പക്ഷേ മേ ബി ഇത് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും അത് അറിയായിരിക്കും അത് ആരാണ്, ഏത് പേഴ്സണാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തത് എന്നുള്ളൊരിത് അറിയായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഈ ഒരു പേഴ്സൺ, അതായത് നിങ്ങളുടെ കൂടെ നിന്ന് ആരാണോ ആ ഒരാളുടെ ഒരു സപ്പോർട്ടും കൂടെ കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള ട്രസ്റ്റ് കുറഞ്ഞു വരാനായിട്ട് ആ ഒരു പേഴ്സണ് ഭയങ്കര സിമ്പിളായിരുന്നു. ഓക്കെ, ഇപ്പോഴും നിങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു തേർഡ് പാർട്ടി അറിയിക്കുകയും നിങ്ങളെന്ന് പറയുന്ന ഒരാൾ എന്താണെന്ന് അറിയിക്കുകയും നിങ്ങളെ കുറച്ചും കൂടെ അകറ്റാനായിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ പേഴ്സൻ്റെ കൂടെ നിൽക്കുന്ന തേർഡ് പാർട്ടിയെക്കാളും ഏറ്റവും കൂടുതൽ പ്രശ്നമെന്ന് പറയുന്നത് നിങ്ങളെ ആരാണോ ചതിച്ചത്. ഓക്കെ, അതും ഒരു ലേഡി ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ആ ഒരു പേഴ്സണാണ്. ആ പേഴ്സൺ അതുകൊണ്ടുള്ള നേട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യലി അവർക്ക് അതിൽ നിന്ന് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അവർക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ അതിനുള്ള നേട്ടങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഒരു മാസ്ക് ഇട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. അത് നിങ്ങൾ കെയർഫുള്ളായിട്ട് ഇരിക്കുക മുന്നോട്ട് പോകുമ്പോൾ. ഓക്കെ, പിന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് വേദനിച്ചു, ഭയങ്കരമായിട്ട് ഒറ്റയ്ക്ക് നിന്ന് സഫർ ചെയ്ത് കഷ്ടപ്പെട്ട് അങ്ങനെ വല്ലാത്തൊരു വേദനിച്ചൊരു വിഷമത്തിൽ ഇതിൽ നിൽക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ടോട്ടലി ഒരു ട്രാൻസ്ഫോം പീരീഡ് ആയിട്ടില്ല, ഒട്ടും ട്രാൻസ്ഫോം പീരീഡ് ആയിട്ടില്ല. കാരണം ആ ഒരു പേഴ്സൺ ആയിരുന്നു നിങ്ങളൊരു മാരേജ് എന്ന് പറയുന്നത്, മാരേജ് പാർട്ണർ. ആ പേഴ്സണും അങ്ങനെ തന്നെയായിരുന്നു, നിങ്ങളെന്ന് പറയുന്നതായിരുന്നു എല്ലാം. പക്ഷേ ഏതോ ഒരു നിമിഷത്തിൽ എന്തോ ഒന്ന് ഡൈവേർട്ടായി ഭയങ്കരമായിട്ട്, ഞാൻ പറഞ്ഞില്ല, ഒരാൾ ഇതിൻ്റെ ഇടയ്ക്ക് അത്രയ്ക്ക് കളിച്ചിട്ടുണ്ടായിരുന്നു. ട്രസ്റ്റ് ഇഷ്യൂവിൻ്റെ അതും ഇതുമായിട്ടൊക്കെ പറഞ്ഞ് അത്രത്തോളം മൈൻഡിൽ ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ പേഴ്സണെ തിരിച്ച് കിട്ടാനായിട്ട്. അതിൽ നന്നായിട്ട് കാണുന്നുണ്ട് ആ ഒരു റോള്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ തമ്മിൽ പിരിഞ്ഞതും. ഓക്കെ, നിങ്ങളെ വിട്ടിട്ട് പോയ സമയത്ത് നിങ്ങളുടെ പേഴ്സണ് പ്രത്യേകിച്ച് ഒരു ഇതും ഇല്ലായിരുന്നു. എന്താ പോട്ടെ അത്ര തന്നെ എന്നുള്ളൊരു ഇത് തന്നെയായിരുന്നു. അവരുടെ മൈൻഡിൽ വേറെ വികാരമൊന്നുമില്ല. ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ തന്നെ ഇപ്പോഴും നിലവിൽ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ കൂടെ തന്നെയാണ്. പക്ഷേ നിലവിലെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് അവരൊരു ഹാപ്പി അല്ല. ഓക്കെ, അവർക്ക് അവിടെ എവിടെയോ അവർക്ക് ട്രസ്റ്റ് ഇഷ്യൂ അല്ലേ ഇപ്പോൾ നിങ്ങളുടെ തേർഡ് പാർട്ടി ഉള്ളത്. അവർക്ക് അറിയത്തില്ല, എന്തോ ഒരു ക്ലാരിറ്റി അവർക്ക് കിട്ടുന്നില്ല. അവർക്ക് സംതിങ് എന്തൊക്കെയോ ഇവിടെ ഒരു പ്ലാനിങ് പോലെ ഭയങ്കരമായിട്ട് നിങ്ങളെപ്പറ്റി ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണെ തേർഡ് പാർട്ടി ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നത് പോലെ, ലൈക്ക് ഫിനാൻഷ്യലി അങ്ങനെയല്ല, എല്ലാ കാര്യത്തിലും ഭയങ്കര ഡൊമിനേറ്റ് ചെയ്യുന്നത് പോലെ, എല്ലാ കാര്യം നിങ്ങളുടെ പേഴ്സണെ അടിച്ചേൽപ്പിക്കുന്നത് പോലെ, ഈ ഒരു തേർഡ് പാർട്ടീനെ ഹെഡ് റോളായിട്ട് നിൽക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരിപ്പോൾ ഒരു കമ്പയർ ചെയ്യുന്നുണ്ട് നിങ്ങളൊരു പേഴ്സൺ നിങ്ങളെ ആ ഒരു തേർഡ് പാർട്ടിയും. കാരണം ഇവള് അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ ആയിരുന്നല്ലോ, ഇവരെന്താ ഇങ്ങനെ എന്നുള്ളൊരിതിൽ. പക്ഷെ നിങ്ങളുടെ ഒരു പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്
ആരൊക്കെ വന്നാലും വിട്ടിട്ട് പോകത്തില്ല, ഇത് തന്നെ എനിക്ക് വേണം എന്നുള്ളൊരിതാണ്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിന്ന് പോയതിൻ്റെ അത്ര സന്തോഷമൊന്നും കാണുന്നില്ല. അവർക്ക് അവരെ സംബന്ധിച്ച് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങണം എന്നല്ല, അവരുടെ മൈൻഡ് ഇപ്പം ഒരു സ്നേഹമില്ല, ഒരു സ്നേഹം എന്നുള്ളൊരിതിൽ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ആ ഒരു ഇതിൻ്റെ പേരിൽ മാത്രം, ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ളതിൻ്റെ പേരിൽ മാത്രം അവർ നിൽക്കുന്നു. ഓക്കെ, കാരണം തിരിച്ച് മേ ബി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയത്തില്ല, ഉള്ളതും കൂടെ പോകും എന്നുള്ളൊരു കാര്യവും അവർക്കതിലുണ്ട്. ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഇപ്പോഴും അവർ നിൽക്കുന്ന ഒരു ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ഒരു ഭാരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത പോലെ. നിങ്ങളുടെ അടുത്ത് എന്താണോ കിട്ടിയത്, ഒരു കെയർ എന്താണോ കിട്ടിയത്, ആ ഒരു ഇത് കിട്ടുന്നില്ല. കാരണം അവർ രണ്ടുപേരും മനസ്സുകൊണ്ട് എത്രത്തോളം അടുത്ത് വരുന്ന ഒരു സമയമുണ്ട്, അപ്പോഴേക്കും എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരിക്കും. അതുപോലെ ഈ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്, തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആൾ ഭയങ്കര ഒരു വഴക്കാളിയായിട്ടുള്ള ഒരു പേഴ്സണാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും എന്തെങ്കിലും കാര്യത്തിന് കുറ്റപ്പെടുത്തുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, അങ്ങനെയുള്ളത്. കാരണം നിങ്ങളുടെ പേഴ്സണെ തേർഡ് പാർട്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തേർഡ് പാർട്ടിയാണ് ഫിനാൻഷ്യലി കുറച്ച് ഇതായിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും നിങ്ങളുടെ പേഴ്സണ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് ഒരു അറ്റാച്ച്മെൻറ്റും ഉണ്ട്, എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളുമാണ്. പക്ഷേ എന്നെ ഡൊമിനേറ്റ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, ഒന്ന് ഇറങ്ങി വരാനും പറ്റത്തില്ല, എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. പക്ഷേ നിങ്ങളെപ്പറ്റി ഓർക്കുന്നുണ്ട്, നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത്, നിങ്ങൾക്ക് വേറെ റിലേഷൻഷിപ്പ് എങ്ങാനും ആയോ മേ ബി, അല്ലെങ്കിൽ അവൾ അങ്ങനെയൊന്നും പോകത്തില്ല, അല്ലെങ്കിൽ അവനങ്ങനെ പോകത്തില്ല എന്ന് നിങ്ങളെപ്പറ്റി അറിയണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ട് അവർ പ്രത്യേകിച്ച് എഫേർട്ടൊന്നും എടുക്കുന്നില്ല. നിങ്ങളെപ്പറ്റി അറിയണം എന്ന് അവർക്കുള്ളിലൊരു ആഗ്രഹമുണ്ട്, എന്തായിരിക്കും അവിടെ നിലവിലിപ്പോൾ നടക്കുന്നത്. ചിലപ്പോൾ മേ ബി നിങ്ങൾക്ക് റിലേഷൻഷിപ്പൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഒരു ആൻസൈറ്റി ആയിരിക്കും, ഒരു വല്ലാത്തൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്രഷനിലോട്ട് പോകും, അങ്ങനെയല്ല, ഒരു വല്ലാത്തൊരു സ്റ്റേജിലേക്കായിരിക്കും അവർ നിൽക്കുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങളുടെ ഒരു പേഴ്സണെ തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് ആ റിലേഷൻഷിപ്പ് ഒരുപാട് നാൾ നിലനിൽക്കുന്നതായിട്ടും കാണുന്നില്ല. അത് നിങ്ങളുടെ പേഴ്സൺ ലെഫ്റ്റ് അടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ ലെഫ്റ്റ് അടിക്കുന്നത് ഒരു ഭയങ്കര പ്രശ്നത്തിൽ നിന്നായിരിക്കും. ഓക്കെ, ഇവർക്കിടയിൽ ഭയങ്കര വലിയൊരു വഴക്കുണ്ടായി, അതിലൊരു വലിയ പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ ഒരു ഇതാണ് ഞാൻ കാണുന്നത്. ഭയങ്കര ഒരു സീനൊക്കെ ഉണ്ടായതിനു ശേഷം മാത്രമേ നിങ്ങളുടെ പേഴ്സണ് അതിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തുള്ളൂ, ഉടനെ ഒന്നും ഇറങ്ങാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നിലവിൽ നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ ഒരു ഫീലിങ്സ് ഇങ്ങനെയാണ്. നിങ്ങളെപ്പറ്റി ആലോചിക്കുന്നുണ്ട്, അദ്ദേഹം അവിടെ ഹാപ്പിയല്ല, ആ ഒരു പേഴ്സൺ അവിടെ ഹാപ്പി ആയിട്ടല്ല ഇരിക്കുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഏഞ്ചൽ മെസ്സേജ് നോക്കാം എന്താണെന്ന്. പോസിറ്റീവ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. ഓക്കെ, ഏഞ്ചൽ മെസ്സേജിൽ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളിതെല്ലാം ഒരു ഗോ ടു ദ ഫ്ലോയിൽ അങ്ങ് പോകുമ്പോൾ ഒരുപാട് ബേർഡൻസ് ഒന്നും തലയിലെടുത്ത് വയ്ക്കല്ലേ. നിങ്ങളെന്ന് പറയുന്ന ആൾ ഭയങ്കരമായിട്ട് കാമായിട്ടിരിക്കുക, നിങ്ങൾ സ്ട്രെസ്ഫുൾ ആവില്ലേ. ഓക്കെ, നിങ്ങൾ എല്ലാ കാര്യത്തിനും ഒന്ന് സെറ്റായിട്ട് നിങ്ങളൊന്ന് കാമായിരിക്കുക, അതാണ് നിങ്ങൾക്ക് നിലവിലിപ്പോൾ വേണ്ടത്. എന്ത് കാര്യമാണെങ്കിൽ തിരക്കിട്ട് ചെയ്യുമോ, തിരക്കിട്ട് അവരെ വിളിക്കാനോ അങ്ങോട്ട് പോകുകയൊന്നും ചെയ്യരുത്. എല്ലാ കാര്യം വരുന്ന ടൈമിൽ സെറ്റാകും എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.